Amen.
കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. Sarveshwara Devi Vayu
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനുവർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതനുസവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ കിടക്കുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ കാലിനുകിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായിരുന്നതുകൊണ്ട് വയലിൽ ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നാണെന്ന് നിന്നോടായി പറഞ്ഞു? നീ തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം തിന്നോ? അവൻ പറഞ്ഞു, അങ്ങേക്ക് കൂട്ടിനിന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് നീ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ക്ഷമിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ എഴുതി നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്ധിയും അവരുടെ സന്ധിയും തമ്മിലും ഞാൻ ശബ്ദത്തെ ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കാലുകൾ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാധിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. അതോടെ അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മനുഷ്യപ്പെട്ടതായി തീരും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായനം ചെയ്യും. അത് മുമ്പും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിൽക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വേർകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹവ്വാന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവയുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് കുടയാടുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിക്കാൻ നന്മയും തന്നെ മറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചെന്ന് അമൃതനാകാൻ ഇടയാക്കരുത്. കർത്താവ് അവരെ ഇടത്തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മണ്ണിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഇടത്തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കേരുകളെ കാവൽ നിർത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ഗോത്രത്തോടും യൂദയ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ നാളുകളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്നും നീതിമാനായ ഒരു കൊടയെ ഞാൻ വിട്ടുറപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദയ രക്ഷപ്പെടുകയും ജെറുസലേം ദരിദ്രമാവുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. എന്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുവദീന ബലികളും അർപ്പിക്കാൻ ലേവ്യ പുരോഹിതനും ഉണ്ടായിരിക്കും. ജെറോമിയായിരിക്കും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളിച്ചെയ്യുന്നു, പകലും രാത്രിയും ഇല്ലാതാക്കത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എന്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം എന്റെ ദാസനായ ദാവീദിനോടും എന്റെ ശുശ്രൂഷകനായ ലേവ്യരോടുമുള്ള എന്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിന്റെ സിംഹാസനത്തിലിരിക്കുന്ന ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതിയെ ഇല്ലാതാകുകയുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയാകും. മണത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നത് പോലെ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവ്
അവർ എന്റെ ജനത്തെ അവഹേളിച്ചിരിക്കുന്നു. എന്റെ ജനത്തെ ഒരു ജനമായി അവർ പരിഗണിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നിലനിൽക്കുകയില്ലെങ്കിൽ മാത്രമേ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിന്റെയും എന്റെ ദാസനായ ദാവീദിന്റെയും സന്തതിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊല്ലുകയും ചെയ്യും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായവും ദൈവികമായ കൽപ്പനയുടെ സ്വരം ശ്രമിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഭരിക്കുന്ന സ്നേഹവും സർവരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. സിംഹാസനത്തിന്റെ വലതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സ്വന്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിയില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരായ എന്നോട് പറഞ്ഞു, കരയായിരിക്കൂ. ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരും ആയിരം വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർക്കാനും സ്വതന്ത്രകൾ പൊട്ടിക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പേരുള്ള പട്ടണത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട യൗസേപ്പ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി.
ഏതുതരം അഭിവാദനമായിരിക്കും ഇത് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടണ്ട. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിന്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി എലീശായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. ഈശോയിൽ എന്റെ സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതിവാക്കന്മാരെ, വാത്സല്യമുള്ള കൊച്ചുമക്കളെ, മംഗളവാർത്തക്കാലത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കുന്ന പുണ്യദിനമായിട്ടാണ് നമുക്ക് തിരുവചനങ്ങളുടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു പോകുന്ന, അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം, അതിന് നേരെ വിരുദ്ധമാകുന്ന ജീവിതശൈലി നമ്മളിതിൽ ഏത് പക്ഷത്താണെന്നുള്ളതാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോ? ആര് പറഞ്ഞാൽ കേൾക്കുമോ? തമ്പുരാൻ പറയുന്നത് കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങളില് അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ പതനം അവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദൈവമായ കർത്താവ് ആദത്തിന്റെ അടുത്ത് എന്ന് ചോദിക്കുക, നീ എവിടെയാണ്? കുറ്റം ചെയ്തവൻ കള്ളത്തരം കാണിക്കുന്നത് പാതിരിക്കുമെന്ന് പറയുക എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. അവൻ മറുപടി പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് പേടിച്ച് ഭയന്ന് ഓടി ഒളിച്ചത്. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന ദൈവത്തിന് അവന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ തന്നെ ഏറ്റു പറയുകയാണ്, കുമ്പസാരം ഇതാണ്, എന്റെ പിഴ, എനിക്ക് തെറ്റിപ്പോയി, എന്നതാ ചെയ്തതെന്ന് പറയാം. കർത്താവ് നേരെ ചോദിക്കുക, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള പഴം നീ തിന്നോ? എനിക്ക് തെറ്റിപ്പോയി കർത്താവെ എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം മനുഷ്യന് പലരും ചെയ്യുന്നത് പോലെ എന്റെ കുഴപ്പമല്ല, എന്റെ ഭാര്യയുടെ കുഴപ്പ, ഭർത്താവിന്റെ കുഴപ്പ, വികാരിയച്ഛന്റെ കുഴപ്പ, നാട്ടുകാരുടെ കുഴപ്പ, ഇങ്ങനെ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവം. അത് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോയതാണ്, അത് മാറ്റിയെടുക്കണം. ഇവിടെ പറയുകയാണ്, അവൻ മറുപടി പറഞ്ഞത്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. കേസിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രതിയെ മാറ്റി നിർത്തി രണ്ടാമത്തെ ആളോട് ചോദിക്കുക. ദൈവമായ കർത്താവ് ഹവ്വായോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്?
കർത്താവെ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ല, എനിക്ക് തെറ്റിപ്പോയെന്ന് അവളങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അവൾ പറഞ്ഞത് വേറെ ഒരാൾക്കിട്ട്, മനുഷ്യന്റെ ഭാഷയെ പറഞ്ഞാൽ പാര വെച്ചെന്ന് പറഞ്ഞത് വേറെ ഒരാൾക്കിട്ട് ചാരം പറയാം രക്ഷപ്പെടാനായിട്ട്. അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ഉൽപ്പത്തി പുസ്തകം 3:21 വായിക്കുക. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. നാണക്കേടായില്ലേ തുണി ഉടുത്തോണ്ട് നടക്കണമെന്ന് പറഞ്ഞതുപോലെ. എന്നിട്ട് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം 3:22 അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു, നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് അമർത്യനായി തീരും എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയാവും. അത് അനുവദിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം. അപ്പൊ അതിനെന്താ ദൈവം ചെയ്തത്? കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ജെറമിയായുടെ പ്രവചനം 33-ാം അധ്യായത്തില് വീണ്ടും കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ്. 33-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ വർഷിക്കുകയും ചെയ്യും. 3-ാമത്തെ വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തില് അവിടെ മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുദ്രിത ഗ്രന്ഥം ദൈവത്തിന്റെ വചനം തന്നെയാണ്. കുഞ്ഞാട് ഈശോ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വചനങ്ങളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ വായിച്ചത്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നമ്മൾ പരിശോധിക്കേണ്ടത് കർത്താവ് എന്റെ കൂടെ ഉണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ കുടുംബത്തിലുണ്ടോ, പ്രവർത്തന മേഖലയിലുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞവരായിട്ട് മാറും. അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഷ പറയുകയല്ലേ, തെറ്റുകളും തിന്മകളും ആവർത്തിച്ചാവർത്തിച്ച് പോകുന്നവരാണെങ്കിൽ പറയും, കുരുത്തം കെട്ടവനെ, കുരുത്തം കെട്ടവളേനെ വിളിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത്. എന്നിട്ട് പറയത്തിന് നൽകിയ സന്ദേശം പ്രസ്തമാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മാതാവ് നൽകുന്ന, മറിയം നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ, നിറവേറട്ടെ. മറ്റു വാക്കുകൾ പറഞ്ഞാലോ, വചനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി മുമ്പോട്ട് ജീവിതം ക്രമീകരിക്കുന്ന ഒരു നിമിഷം. ഇപ്പൊ രണ്ടും വശങ്ങളാണ്. ആദിമാതാപിതാക്കള് ഔവ്വ ചേച്ചി അനുസരണക്കേട് കാണിച്ചു തുടങ്ങി, ഭർത്താവും അനുസരണക്കേട് കാണിച്ചു തുടങ്ങി എന്ന് പറയുന്ന അവസ്ഥ. ഈശോയുടെ കടന്നുവരലോടി എന്താണ്? അനുസരണത്തിന്റെ പാത തെരഞ്ഞെടുക്കുന്ന ഒരു അനുഭവം. അപ്പോഴാണ് മംഗളകരമായ വാർത്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്, ഫലമണിയാനായിട്ട് സാധിക്കുന്നത്. ഈ ചിന്തകളോടെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ
വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിക്കാനും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ചു പോയ നാളുകളെ കുറിച്ച് ചിന്തിക്കുക. തിരുസഭയുടെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചതിനെ കുറിച്ച് ചിന്തിക്കുക. സമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി, എന്റെ മേൽ കരുണയായിരിക്കണേ എന്ന് അനുതാപ കണ്ണുനീരോടെ ഏറ്റു പറയാൻ തയ്യാറാകുന്നവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. അതിനുള്ള പ്രാർത്ഥന ദിവസങ്ങളാക്കി ഈ തുടർന്നുള്ള നാളുകൾ നമുക്ക് മാറ്റിവെക്കാം. ദൈവം സകല ജനപദങ്ങളെയും അനുഗ്രഹിച്ച് തിന്മകളെ അകറ്റി നന്മയുടെ പാതയിൽ നയിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സാഹോദരമോടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് പപ്പോചനം വിഷയമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് ഉദ്ദേശയുടെ വാക്കിൽ വിളിച്ചായി കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ചിരിച്ചായി നിന്റെ ആത്മനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവാദം വഴി മനുഷ്യത്തെ മഹത്വമായി ജനിച്ചതായി ദിവസേനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭടത്തിലാകും തലവനുമായ ഞങ്ങളുടെ അതിരൂപദായ മാർദ്ദോസമുദ്രമുണ്ടായും ഞങ്ങളുടെ പിതാവും ദൂപദായ മാർദ്ദോസമുദ്രാനെയും മറ്റെല്ലാം പുത്രന്മാരെയും ആത്മീയ നൽകാൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അന്വേഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവായ മിശിഹായെ തെളിഞ്ഞ പ്രത്യാശയോടെ നിന്റെ പിറവി തിരുനാൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും പുണ്യപ്രവർത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായി പീഡനമനുഭവിച്ചു വീണ്ട താജമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസഭാദ്രമൊന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈയൊപ്പിൽ നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരരും ബലരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാധിപത്തായി യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വാർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിര പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോഴിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
നിനക്ക് ഞാൻ സമാധാനം ആശംസിക്കും. ദൂതൻ ചൊല്ലിയ മൊഴികൾ കേൾക്കുകയാ. മറിയം ഭയമാണോ പരിപാലനം ഊഹാരൻ ശക്തി വരത്ത കന്യകയാ. സ്വർഗപിതാവാം ദൈവത്തിൻ സുതനാഥനുമാതാവാൻ വാഴ്ത്തുന്നു നാഥാതിരുനാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമെന്ന് ഘോഷിക്കട്ടെ. വിജയം വരുത്ത നീതിമാന്മാരുടെയും മകുടഞ്ചൂട് രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്വർഗമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും എതിര് ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടിക്കും പൂർവ്വം ആദിയാദിലും യുവമെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകാലമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് തുടങ്ങി നാടിനെ വിട്ടുപോകാതിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. സത്യാത്മാവും ചിന്താവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഐക്യവും സാന്ത്വനവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷയിലെന്നവരുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ തിരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും വിസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഇതിൽ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്ന ഇവരെ അവിടുന്ന് സംവേദനാക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമാന്യങ്ങളെ പ്രതി
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനാഥത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്തപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുന്ന രാഷ്ട്രീയപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും നിങ്ങൾക്ക് അനേകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. ഓരോരുത്തരും തന്നെ അവസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനമോട് കൂടെ.
കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ദൈവത്തെ അവിടുന്ന് സ്വകാര്യതയിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശവും കാത്തിരിക്കുന്ന ലോകത്തിന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന കൃപയും അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസനങ്ങളുടെ ദിവസങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിരവധി ഞങ്ങളെ പങ്കരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവസഭമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപിതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷിയുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സ്നേഹ പ്രീതികരമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും
ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥനകൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ വിലപേർത്തമേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദൃത്തെയും മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസനയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അപണ്യനും സമൃദ്ധമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവം അങ്ങയുടെ പ്രിയതനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, മന്ത്രന്മാർ, വേദപാരന്മാർ, മത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവോഞ്ചിത അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാപരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസനയിൽ നിൽക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാഥരക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും ഭയഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിരനിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടം നിവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചേർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കൊരുള്ള മകനെയും വിസ്മയമരിച്ച പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്ന രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തിനും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃത്യത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവപാലകരുടെ കടകളും പാവങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേങ്ങളുടെ മകനെയും വിശുദ്ധമാരോട് വിശ്വസിക്കുന്നതുപോലമാകണമേ. കർത്താവായ ദൈവമേങ്ങളുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ ഈ ദേശം മുഴുവനെയും സുഗന്ധപൂരിതമാകണമേ. കർത്താവായ ദൈവമേ, വിശിയാഴ്ത്തിരിക്കുന്ന സദൃശ്യ സിംഹാസനവുമായ ബലിപീഠത്തെയും പാവമോചകമായ തിരിശരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിൽ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യനെ അറിയിച്ചു
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കൃഷ്ണന്റെ അമൂല്യമായ ചരിത്രങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് ഭക്തിതരങ്ങളോടെ സമീപിക്കാം. അഞ്ചാമത്തോളം നാശനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സുഖത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മനസ്സിലാക്കി ശ്രദ്ധിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ശത്രുക്കളിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. യോജിപ്പുള്ള ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണേ. മഹോൻ ദൈവമാങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വമനോ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സമയത്തിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപതരം നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിലും അവന്റെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാവനങ്ങൾ ഞങ്ങൾ കേൾക്കിയ ദൈവകുമാര, നിൻരാജ്യത്തിൻ ശാശ്വത ജീവൻ ഞങ്ങൾ കനിവാകണമേ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവായ ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജനങ്ങളെ തന്റെ കൃപയാൽ നിങ്ങളുടെ കടങ്ങൾ പുറത്ത കാരണത്തിന് നന്ദി പറയുകയും മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്ന രഹസ്യങ്ങളിൽ പങ്കുചേരുകയും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വാസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ശ്വാസോടെ ഞങ്ങൾ സ്വീകരിച്ച രഹസ്യങ്ങൾ ഞങ്ങളുടെ കാരണപ്രതിക്ക് കാരണമാകട്ടെ. ഇവരുടെ രക്ഷണമായ മിശിഹായെ, നീ ദാസരെ സൃഷ്ടാവിനെ സാദൃശ്യമാകുന്നു. നിന്നെ വിശ്വസിച്ച സർവരെയും കടകളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാണം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണമായി രക്ഷപ്പെടുമ്പോ
മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീകരണോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഭാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീതായും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃത്യത സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കാനും ആരാധിക്കുവാനും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളുടെ ദൈവമക്കളാകാനും പാപാന്ധകാരത്തിന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അവർ ശരണത്തിലെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ എല്ലാവരും കേൾക്കണമേ.